നിറഞ്ഞ ആദരവോടെ നമുക്ക് പ്രദർശനം ആദരവ് നൽകുകയാണ്. മൊമെന്റോ നൽകി ആദരിക്കുന്നു. ട്രാഫിക് ബ്ലോക്കിലൊക്കെ നമ്മൾ കുടുങ്ങാറുണ്ടെങ്കിൽ പോലും ട്രാഫിക് ബ്ലോക്കിൽ അല്ലാതെ സ്റ്റേജിൽ കുടുങ്ങിയിരിക്കുന്ന ഒരാളുണ്ട്. കലാഭവൻ്റെ റിയൽ പ്രോഡക്റ്റാണ്. കലാഭവൻ മിമിക്രി പഠിക്കാൻ വേണ്ടി വരുന്നു, അവിടെ അധ്യാപകനാകുന്നു, പിന്നെ സ്കിറ്റുകൾ എഴുതുന്നു, രസികരാജ, ആടാമ്പാടാൻ തുടങ്ങി അങ്ങനെ വന്ന് മലയാള സിനിമ സംവിധാനം ചെയ്ത് നായകനായി കഥാതിരകഥാ സംഭാഷണം വണ്ണാൻ ഉള്ളി. വിപിൻ, താങ്ക് യു സോ മച്ച്. നമുക്ക് ഏറെ സ്നേഹത്തോടെ രണ്ട് വാക്ക് സംസാരിക്കാൻ വിപിൻ ജോർജിനെ ക്ഷണിക്കുന്നു. കലാഭവൻ്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നതിൽ കൂടുതലൊരു അഭിമാനവും സന്തോഷവും വേറെ ഇല്ല. എൻ്റെ വേദിയിലിരിക്കുന്ന എൻ്റെ പ്രിയ ഗുരുജനങ്ങളെ എല്ലാവർക്കും വലിയൊരു നന്ദി. അല്ലെങ്കിൽ എന്നെ ഈ സ്റ്റേജിലേക്ക് ക്ഷണിച്ചതിന് തന്നെ വലിയ സന്തോഷം. കാരണം പണ്ട് സിനിമയിൽ കയറാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുമ്പോൾ ആദ്യം ഓടി ചെല്ലുന്നത് കലാഭവനാണ്. കലാഭവനിൽ ചെന്നാൽ സിനിമയിൽ കയറാം എന്നുള്ള, കാരണം അതിന് മുമ്പുള്ള നമ്മുടെ ഗുരുക്കന്മാർ അങ്ങനെയാണ് കാണിച്ചത്. പക്ഷേ വിദേശ രാജ്യങ്ങളിൽ സ്റ്റേജ് ഷോയ്ക്ക് പോകണമെങ്കിൽ പ്രസാദേട്ടനെ കാണണം എന്നുള്ളതാണ് അന്നത്തെ ഒരു രീതി. അപ്പോൾ ഞാൻ കലാഭവനിൽ പഠിക്കാൻ മധുസാറും ബെനിസാറൊക്കെയാണ് എന്നെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. പഠിക്കുമ്പോൾ പോലും ഞങ്ങൾ ഓരോ ഞായറാഴ്ചയും ഇങ്ങനെ അന്വേഷിക്കും, പ്രസാട്ടം വന്നു. പ്രസാട്ടൻ ഓഫീസിൽ നിൽക്കുമ്പോൾ പലപ്പോഴും ഗോഡ് ഫാദറിൽ മുകേഷ് ഏട്ടനും കനകയും കൂടി ഈ ഉള്ളിൽ നിന്ന് സംസാരിക്കുമ്പോൾ ജഗദീഷ് ഏട്ടൻ പോവില്ലേ, അതേപോലെ ഞങ്ങളെപ്പോഴും പോകുമായിരുന്നു. അങ്ങനെ ഒരു തവണ പ്രസാദേട്ടൻ എൻ്റെ ഒരു ഷോ കണ്ടു. അന്ന് പുള്ളി എന്നെ വിളിച്ചത്, അപ്പോൾ ഞാൻ വിചാരിച്ച് അഭിനന്ദിക്കാൻ വിളിച്ചാണെന്നാണ് വിചാരിച്ചത്. പക്ഷേ പുള്ളി ആ സ്കിറ്റിൻ്റെ ഒരു ലോജിക്ക്, ഒരു 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 എന്താ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഒരു വാതിൽ ഇങ്ങനെ കൊളുത്തിടുന്ന ഒരു ലോജിക്ക് എനിക്ക് ക്ലിയർ ചെയ്ത് തരികയാണ് ചെയ്തത്. പിന്നീട് ഒരുപാട് നാളുകൾ കഴിഞ്ഞപ്പോൾ ഞാൻ സൂര്യ ടി വിയിൽ നൗഫൽക്കയുടെ കൂടെ വർക്ക് ചെയ്തപ്പോൾ അന്നും ഈ പറഞ്ഞ പോലെ ഒരു കാര്യം എനിക്ക് കൃത്യമായിട്ട് പ്രസാദേട്ടൻ തിരുത്തി തന്നത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. പ്രസാദേട്ടനോട് ഞാൻ പറഞ്ഞു, പ്രസാദേട്ട ഞാൻ പ്രസാദേട്ടനെ കാണാനും അല്ലെങ്കിൽ പ്രസാദേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹിച്ചാണ് വന്നത്, ഇതുവരെ ഒരുമിച്ചൊരു വർക്ക് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ബിബിൻ, നൗഫൽ എൻ്റെ നല്ല സുഹൃത്താണ്, നൗഫലിൻ്റെ കൂടെയാണ് ഇപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരിക്കലും ബിബിനെ ഞാനിപ്പോൾ നമ്മുടെ ഇതിലേക്ക് വിളിക്കത്തില്ല, അത് ശരിയല്ല എന്ന് പറഞ്ഞു തന്ന ആളാണ് പ്രസാദേട്ടൻ. ആ എത്തിക്സും ആ ഇതും തന്നെയായിരിക്കാം പ്രസാദേട്ടൻ്റെ ഈ 50 വർഷങ്ങൾ പൂർത്തിയാക്കിയത്. പ്രസാദേട്ടൻ 50 വർഷം എന്ന് പറഞ്ഞ് ഇവിടെ കാണിച്ചപ്പോൾ സത്യത്തിൽ എൻ്റെ ഒരു ചൈൽഡ്ഹുഡ് റീലോഡുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. മിമിക്രിയുടെയും കലാകാരന്മാരുടെയും വളർച്ച പ്രസാദേട്ടൻ്റെ ഈ 50 കൊല്ലത്തിൽ തന്നെയുണ്ട്. എന്തായാലും പ്രസാദ് ഈ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് 75 അല്ല 100 അങ്ങനെ ഒരുപാട് കാലങ്ങളോളം ആളുകളെ ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും ഒരുപാട് കലാകാരന്മാരെ രക്ഷപ്പെടുത്തിയും ഇങ്ങനെ മുന്നോട്ട് പോട്ടെ. എല്ലാവിധ ആശംസകളും നന്മകളും. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സോ മച്ച് വിബി. ഇങ്ങനൊരു വേദി, ഇങ്ങനൊരു സദസ്സ് ലോകത്തിൽ എനിക്കാണ് ഇന്ത്യയിൽ ആദ്യമായിട്ടായിരിക്കും. കാരണം നാടക പ്രവർത്തകരെ അല്ലെങ്കിൽ ആദരിക്കുക, 50 വർഷമൊക്കെ ആദരിക്കുക, 25 വർഷം ആദരിക്കുക, സിനിമാ പ്രവർത്തകരെ ആദരിക്കുക 50 വർഷമൊക്കെ. ഇതാദ്യമായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ അനുകരണ കലയിലെ ഒരു കലാകാരനെ 50 വർഷത്തിൻ്റെ ആദരവ്. അതിൽ വലിയ സന്തോഷമുണ്ട്. അത് കെ എസ് പ്രസാദിന് മാത്രം ഒതുങ്ങി നിൽക്കുകയാണ്. കാരണം ഞാനും ലാലൊക്കെ അവനേലൊക്കെ ഒരുപാട് ഇളയതായതുകൊണ്ട് അവനടിച്ചെടുക്കട്ടെ, സംഭവം കുഴപ്പമില്ല. എന്തായാലും വലിയ സന്തോഷം. ഞങ്ങൾ ഒരു കാലത്ത് ഒട്ടേറെ വർഷങ്ങൾ ഫ്ലാഷ് ബാക്ക് പോകുമ്പോൾ ഞാൻ ആലുവ UC കോളേജിലും പ്രസാദ് മഹാരാജാസിലും പഠിക്കുമ്പോൾ മത്സരവേദികളിലാണ് ഞങ്ങൾ പരിചയപ്പെട്ടത്. മിമിക്രിയിൽ മത്സരിച്ച് പരിചയപ്പെട്ട കൂട്ടുകാരാണ്. ആ സൗഹൃദം പിന്നീട് കലാഭവനിലെത്തുവാൻ സാധിച്ചു. പിന്നെ ഒരുപാട് പേരെ മലയാളികൾക്ക് സന്തോഷം തന്ന, പേരെടുത്ത് പറഞ്ഞാൽ തീരില്ല, അത്രയും പേരാണ് ഈ മുന്നിലിരിക്കുന്നത്. പുറകിലുണ്ടാകാം. അത്രയധികം സന്തോഷം കൊടുത്ത അനുകരണ കലയിലെ മിടുക്കന്മാരായ ഒരുപാട് പേരിങ്ങനെ നിറഞ്ഞതൊക്കെയാണ്. പ്രസാദിന് ഇങ്ങനെ ഒരു ആദരവ് കൊടുക്കുമ്പോൾ എനിക്ക് വലിയ സന്തോഷമുണ്ട്. കാരണം ഞങ്ങളൊക്കെ മിമിക്രി തുടങ്ങിയ കാലത്ത് അന്ന് മിമിക്രി കളിച്ചവരെല്ലാം മിമിക്രി നിർത്തി. ചിലരൊക്കെ സിനിമയിലൊക്കെ പോയി, ചിലർ ബിസിനസ് തുടങ്ങി, ചിലർ ജോലിക്ക് പോയി, ചിലരൊക്കെ ഇന്നില്ല. പക്ഷെ പ്രസാദ് അന്ന് തുടങ്ങിയ മിമിക്രി ഇന്നും തുറന്നുകൊണ്ടിരിക്കുക. ഇന്നും അവൻ ഒരു പരിപാടിക്ക് വേണമെങ്കിൽ ഇവിടെ ട്രെയിലർ അവതരിപ്പിക്കാൻ പറഞ്ഞാൽ അവൻ അവതരിപ്പിക്കും. അത്ര ഉഷാറാണ് പ്രസാദ്. അത് ഒരു പ്രത്യേക കഴിവാണ്. ലാല് നേരത്തെ പറഞ്ഞ പോലെ എന്തിനും ഏതിനും വളരെ എനർജറ്റിക്കായിട്ട് ഇറങ്ങുന്ന ഒരു കൂട്ടുകാരനാണ് പ്രസാദ്.
ഒരുപാട് സന്തോഷം. അവൻ ഇനിയും ആയുരാരോഗ്യത്തോടെ ഒരുപാട് കാര്യങ്ങൾ കലാരംഗത്ത് ചെയ്യുവാൻ കഴിയട്ടെ. പ്രിയപ്പെട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.